അല്ലിക്കാക്ക ഇന്നലെ പോയി ഇന്റർവ്യൂ എന്തായി? ഇല്ല ഫാത്തിമ, ഒന്നും ആയില്ല. ഇപ്പൊ എന്നാ ചെയ്യാൻ തരുന്നില്ല ഉമ്മ. ഇതെല്ലാം ഒഴിവാക്കിട്ട് കൂലിപ്പണിക്ക് പോയാലോ? എത്രയായി ഇനി പോകുന്ന ഇന്റർവ്യൂ നടത്തി? അയ്യോ അത് വീടല്ല മോനെ, എത്ര കഷ്ടപ്പെട്ടിട്ട് പഠിച്ചാന്ന്, എത്ര പൈസയും ചെലവാക്കീനി. ഇക്കാക്ക ഉമ്മ പറയുന്നത് കേൾക്കുന്നില്ല ഇക്കാക്ക. ഒരു ജോലി ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനം. അതാകുമ്പോ എനക്കും പറയാലോ എൻ്റെ ഇക്കാക്ക് ജോലി ഉണ്ട്. എന്നാ ഉമ്മയും മക്കളും കൂടി പറയുന്നേ? നീടിയാന്നടെ പോന്നു ഉപ്പ വരുമ്പോഴത്തേക്ക്. ഇക്കാക്ക ആ മതിയെ പറയണേ. എനിക്ക് കുറച്ചും കൂടെ തന്നെ ഇക്കാക്ക. പിന്നീണ്ടല്ലോ എന്തായി ഇന്റർവ്യൂ തന്നെ പോയിട്ട്? മതി മതി. അതെന്നെ പോവാച്ചപ്പ നല്ലത്. അല്ല ഉമ്മ കറി കറി ഉപ്പനെ വിളിക്കറേ നമ്മളെ. ആ വിളിക്കാം. ഉപ്പ ബാ ചോറ് ബേക്കാലോ. ഉമ്മ ഉപ്പ എന്ന് വരാത്തെ? ഇപ്പം വരും മോളെ. നീ എന്തിനാ ഉപ്പാനെ വിളിക്കുന്നേ? ഉപ്പ പയ്യെ വെച്ചോട്ടെ. ഉമ്മ ഇക്കാക്ക് എന്നാ ഉപ്പാനോട് ഇത്ര ദേഷ്യോ? കുശുമ്പ ഇക്കാക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് ഉപ്പ എത്ര കാലായടാന്ന് എനിക്ക് ഉപ്പാനോട് ഇനിയും ദേഷ്യം മാറിയിട്ടില്ല. അങ്ങനെയൊന്നും എനിക്ക് ദേഷ്യം മാറില്ല ഉമ്മ. അന്നെ എന്തെല്ലാം ചെയ്തെന്ന് ഒരു ഉറുപ്പ ചോദിച്ചാൽ തേച്ചണ്ട. ഇവിടെ എന്തെങ്കിലും ചോദിക്കണ്ട, അപ്പാട് വെക്കങ്ങ് കൊടുക്കും. ഉമ്മ ഈ ഇക്കാക്ക് എന്തൊരു കുശുമ്പാന്ന്. ഉപ്പക്ക് എന്നോട് ഞാൻ ഇളയ മോളായുണ്ടല്ലോ ഇത്ര സ്നേഹോ. നിങ്ങൾ ഉപ്പയും മക്കളും കൂടി കഴിച്ചോ, എനക്ക് വേണ്ട. എന്ത് നാന്നട മോനെ, എന്തൊരു കുശുമ്പാവും. ഓനോട് വന്ന് കഴിക്കാൻ പറ, ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളൂ. ഉപ്പ ഉപ്പ വന്ന് പയിച്ചോ, ഇക്കാക്ക് പിന്നെ പയിച്ചോട്ടെ. എന്തൊരു വാശിയാ ഇക്കാക്ക്. ഉമ്മ ഉമ്മക്ക് പറഞ്ഞൂടെ ഇക്കാക്കനോട്? മോളെ ഉപ്പാക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല. നീ ഇളയ മോളായോണ്ട് ഇച്ചിരി കൂടുതൽ നിന്നോടാണ് സ്നേഹം. അതാണ് ഓനിക്ക് പിടിക്കാതെ, അതുകൊണ്ടുള്ള വാശിയാണ്. ആ ഒന്നും കണക്കിലെടുക്കണ്ട. എന്നാൽ എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട്, ഞാൻ ഒന്ന് പോയിട്ട് വരട്ടെ. ഉമ്മ ഇക്കാക്ക പോന്നാ? ഓ മോനെ ഇന്റർവ്യൂവിന് പോകുന്നുണ്ടാ? ഉപ്പാനോട് പറഞ്ഞിനാ? ഉപ്പാനോടൊന്നും പറയാൻ കഴിയില്ലേ? ഉപ്പാനോട് പറയാം, വേറെ പണിയില്ല. ഈ ഇക്കാക്ക് എന്നാ ഉമ്മ ഇങ്ങനാ? മോനെ നീടിയ മോനെ പോന്ന്. ഉപ്പാക്ക് ഇക്കാക്ക് ചോദിക്കുമ്പോ പൈസ കൊടുത്തൂടെ? എന്തിനാ ഇങ്ങനെ പിശുക്ക് കാണിക്കുന്നേ? ഉമ്മാക്ക് പറഞ്ഞൂടെ ഈ ഉപ്പാനോട്? അല്ല ഇക്കാക്ക് ഇത്ര ദേഷ്യോ? നിനക്കറിയില്ലേ പാത്തി, ഉപ്പാൻ്റെ സ്വഭാവം ഇങ്ങനെയായിപ്പോയി. പറഞ്ഞിട്ട് എന്നാ വേണ്ടേ? സ്നേഹം ഉള്ളിൽ വെക്കാനുള്ളതല്ല, മക്കളോടെല്ലാം ഒരുപോലെ പ്രകടിപ്പിക്കണം. എന്നാലേ മക്കൾക്കും ഇങ്ങോട്ടുണ്ടാവും.